ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് ഈ ഒരു മീൻകറിയുടെ റെസിപ്പി തന്നിട്ടുള്ളത്. അപ്പം അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻകറി തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കൊടുങ്ങൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഇലയാണ് നമ്മൾ ഈ മീൻകറിയിലേക്ക് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അതിന് മുത്തിളെന്നും പറയാറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഈ മീൻകറിയിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊടുങ്ങലിൻ്റെ ഇല എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. കുട്ടികളുടെ ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക് ഒക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ ഹൃദയത്തിന്, കരളിനൊക്കെ വളരെയധികം നല്ല ഒന്നാണ് ഈ ഇല. അപ്പം ഞാൻ ഈ ഒരു ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു പിടി ഇലയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു ഇലയാണിത്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ ടൊമാറ്റോ. ഇനി വേണ്ടുന്നത് കടുകാണ്. ഞാനൊരു വെളുത്ത കടുകാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കടുക് ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ നമ്മൾക്ക് കൊടുങ്ങലിൻ്റെ ഇലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോ, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു 300 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മീനാണ്. ലൈറ്റായിട്ടുള്ള ഒരു മാരിനേഷൻ മതിയാവും, ഇതിന് കോട്ടിങ് മതിയാവും. ഒരുപാട് മസാലകൾ വെച്ച് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം കടുകെണ്ണ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കടുകെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഈ ഒരു കറിക്ക് നല്ലത്. അപ്പം നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് ഞാനൊരു 2 വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ 1 ടീസ്പൂൺ, നല്ലതായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മസാലകൾ മൂപ്പിച്ചെടുക്കണം. പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് ആ കൊടുങ്ങലെല്ലാം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് സമയം നന്നായിട്ട് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അതുപോലെ ആ ഇലയുടെയൊക്കെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വരണം. അതുവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാനൊരു 4 മിനിറ്റ് സമയം നന്നായിട്ട് അത് വഴറ്റിയെടുത്തു. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പച്ചമുളകും കൂടി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് അതിൻ്റെ ഗ്രേവി ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആകണ്ട, ലൂസാക്കണ്ട, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിൽ തന്നെ നമ്മൾക്ക് മതിയാവും. അതിലേക്ക് നമ്മൾക്ക് ഫിഷും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മീൻ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല, മീൻ പൊടിഞ്ഞൊന്നും പോവില്ല. മാത്രമല്ല അതിൻ്റെ ആ ഫിഷ് വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രേവിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഒരു 2-3 മിനിറ്റും കൂടി നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം നാടൻ ടേസ്റ്റുകൾ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എങ്കിൽ എനിക്കറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്ന്. അല്ല, നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലെ ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ഓർക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.